എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉന്നക്കായ് തോറ്റു പോകും രുചിയിൽ പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അതുപോലെ നോമ്പിനെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു മാസം വരെയെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഒരുപാട് പേർക്ക് ഉന്നക്കായ് ഉണ്ടാക്കിയിട്ട് ശരിയാവലില്ല. അപ്പോൾ ഇനി ഉന്നക്കായ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇത് ഉണ്ടാക്കിയാൽ മതി. ഉന്നക്കായിനേക്കാളും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പഴം കൂടുതൽ പഴുത്തു പോയാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, അടിപൊളി രുചിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തത്. അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെയാണ് കേട്ടോ എടുത്തിന്. അധികം പഴുപ്പ് കുറഞ്ഞ പഴമൊന്നുമല്ല. നമ്മൾ ഉന്നക്കായ്ക്ക് എടുക്കുമ്പോൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുക്കൽ, അതുപോലെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു പഴത്തിനെ ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ എടുക്കുക. ഈ പഴം മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പഴം മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ പഴം മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പഴമൊക്കെ വെന്ത് കിട്ടും. പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇടുമ്പോൾ അണ്ടിപ്പരിപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുന്തിരി കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വലിയ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിന്. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട ഒന്ന് ചിക്കി എടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് ചിക്കി എടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ചിക്കി എടുക്കുന്നില്ല, ആ ഒരു രീതിയിൽ. അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര അധികം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പഞ്ചസാര അടങ്ങിയിട്ട് വരുന്നതാണ്, സ്വീറ്റഡ് കോക്കനട്ട് ഫ്ലേക്സ് ആണ്. അപ്പം ഞാൻ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ ഡെസിക്കറ്റ് കോക്കനട്ടോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മുട്ടയിലേക്ക് ഈ തേങ്ങൻ്റെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച പഴം ഉണ്ടല്ലോ, 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേനു. ഇപ്പം നന്നായിട്ട് പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് ഇതുപോലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം പഴം നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ചൂടോടെ തന്നെ അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ചൂടോടെ തന്നെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പഴം മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഉടച്ചു കൊടുക്കുക കേട്ടോ. അന്നേരം പെട്ടെന്നങ്ങ് പഴമൊക്കെ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ പഴമെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പഴത്തിലേക്ക് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക.
നമ്മൾ ഉന്നക്കായി ഉണ്ടാക്കുന്ന സമയത്ത് പഴത്തിൻ്റെ ഉള്ളിൽ ആ ഒരു പണ്ടം വെച്ച് കൊടുക്കലല്ലേ, ഇത് അങ്ങനെയല്ല. പഴത്തിലേക്ക് നേരിട്ടിട്ട് ഈ ഒരു ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫില്ലിങ് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഉന്നക്കായി ഉണ്ടാക്കാനായിട്ട് പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴമാണ് എടുക്കേണ്ടത്. പക്ഷേങ്കിൽ ഇതിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പഴുത്ത് പോയ പഴമായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഉള്ളത്, കുറച്ച് ലൂസിലാണ് ഉള്ളത്. ഇനി നമുക്ക് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, പുട്ടുപൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ പത്തിൽ ഒറോട്ടി അങ്ങനെയെല്ലാം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടി ആയാലും കുഴപ്പമില്ല. വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. അതൊരു 2 ടേബിൾ സ്പൂണോളം ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അല്പം ഓയിലോ വെളിച്ചെണ്ണയോ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഉരുളകളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. വേറെ എന്തൊക്കെ ഷേപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഷേപ്പാക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഉന്നക്കായി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഞാനിതാ ഒരു 2 മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഞാൻ ബ്രെഡ് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഒന്ന് ചൂടാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഓരോ ഉന്നക്കായും എടുത്തിട്ട് ആ ഒരു മുട്ട മിക്സിലേക്ക് മുക്കിയിട്ട് ഇതാ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്കിത് ഒരു മാസം വരെയൊക്കെ നല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ നമുക്കിത് സൂക്ഷിക്കാം. ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പം മുഴുവനും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു കണ്ടെയ്നറാണ് എടുത്തിന്. കണ്ടെയ്നറിലോ സിപ്ലോക്ക് ബാഗിലോ നമുക്കിത് വെക്കാം. അപ്പോൾ കണ്ടെയ്നറിൻ്റെ അടിയിലായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് നിരത്തി കൊടുക്കുക. അട്ടിക്ക് വെച്ചാലൊന്നും പ്രശ്നമില്ല, പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനെല്ലാം പറ്റണമെങ്കിൽ ഇതാ ഇതുപോലെ ആദ്യം ഒരു ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറോ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നിരത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രീസറിൽ കൊണ്ടുവെക്കലാണ്. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഒരു മാസം വരെയെല്ലാം നമുക്ക് കേടുകൂടാണ്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഞാനിതാ പൊരിച്ചെടുക്കലാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിടുക. അപ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും. അന്നേരം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നത് കോരി മാറ്റാം.
ഈ ഒരു രീതിയിൽ ഫ്രൈ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉന്നക്കായതിനേക്കാളും ടേസ്റ്റിൽ പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഞാനിതിൻ്റെ ഉള്ളൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളു നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ് ഉണ്ടാവുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.